സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോണ്ടായൊരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാഡെന്ന് കരുതുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ കരുതും മറ്റേ ബാഡാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാഡല്ല, ഇത് വേറെ ഒരു തരം ബ്രേക്കിംഗ് ബാഡ്. അതായത് ഒരു 10 years മുമ്പുള്ളൊരു കഥയാണ്. ഞങ്ങളിങ്ങനെ ഓഡീഷൻ വഴി കുറച്ച് പെൺപിള്ളേർ ഇതിനകത്ത് സെലക്ട് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് തൽക്കാലം നമുക്കവളെ ചന്ദ്രിക എന്ന് വിളിക്കാം. ചന്ദ്രികയും ചന്ദ്രികയുടെ അമ്മയാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, 4 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ വർക്ക്ഷോപ്പിന് ശേഷമാണ് ഹീറോയിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചന്ദ്രികയും ഇതിനകത്തെ ഹീറോയിനും അതുവരെ ഈ 4 days വരെ നല്ല സുഹൃത്തുക്കളായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് 4 days കഴിഞ്ഞപ്പോഴാണ് ഹീറോയിൻ ഇതാണ് എന്ന് പറയുന്നത്. ഏകദേശം അവർ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രാഷ്ട്രീയം. ഈ 4 days കഴിഞ്ഞ് ഇവളാണ് ഹീറോയിൻ എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ചന്ദ്രികയ്ക്കും ചന്ദ്രികയുടെ അമ്മയ്ക്കും ഈ കുട്ടീനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ ഈ 4 days ഉള്ളിൽ ഇതിനകത്ത് നടന്ന കുറേ പരിപാടികളുണ്ട്. ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് ബാക്കി പെൺപിള്ളേരുടെ അമ്മമാർക്കും ഈ 2 പേരുടെയും ക്യാരക്ടർ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു. അത് പറയുന്നില്ല. ഓക്കെ, ഷൂട്ട് തുടങ്ങി. നമുക്ക് ഒരാളുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല, ശ്രീ അജു വർഗീസ്. അദ്ദേഹം ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാനും വേറൊരു പെൺകുട്ടിയായിരുന്നു ഈ ഒരുമിച്ചുള്ള റോള്. ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഷൂട്ടിന് വേണ്ടി അസിസ്റ്റന്റ് വിളിച്ചു കഴിയുമ്പോൾ നമ്മളെ അവിടെ ചുമ്മാ അങ്ങനെ കുറേ നേരം ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എന്താ അവരങ്ങനെ നിൽക്കണം, അവർക്ക് പോയി ചെയറൊക്കെ ഇട്ട് കൊടുത്തു എന്ന്. പുള്ളിക്കാരൻ ഭയങ്കര കൈൻഡായിരുന്നു. അപ്പോൾ സംഭവം ഇതൊന്നല്ല, ഈ കുട്ടിക്ക്, ചന്ദ്രിക എന്ന് പറഞ്ഞ കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമുകിയോ റഷോ അങ്ങനെ എന്തൊക്കെയോ ഒരു സീനാണ് കിട്ടിയത്. അങ്ങനെ ഷൂട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ആരുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തോ ഒരു വിശേഷം, എന്തോ ഒരു സ്പെഷ്യൽ ഡേ, അതിലെന്തോ കേക്ക് കട്ടിങ് എന്തോ ഉണ്ടായിരുന്നു. ഒരു സ്കൂളിൽ വെച്ചുള്ള ഒരു ഷൂട്ടാണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് ഓക്കെ, നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കുറേ അവരുടെ മെയിൻ ആൾക്കാർ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ നിൽക്കട്ടെ എന്ന് കരുതി ഞാനും ഇവളും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ രണ്ടുപേരും ബാക്കിലായിട്ട് നിൽക്കുക. അപ്പോൾ അജു വർഗീസ് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ പുള്ളിക്ക് ഒരു ആവശ്യം ഉണ്ടായില്ല ഞങ്ങളെ വിളിക്കേണ്ടത്. ആൾ പറഞ്ഞു, ഓക്കെ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ അടുത്തായിരുന്നു അജു വർഗീസ് നിൽക്കുന്നുണ്ടായിരുന്നത്. ചന്ദ്രികനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞങ്ങൾ അതിലേക്ക് കയറ്റി നിർത്തി. ഞങ്ങൾക്ക് ആക്ച്വലി അതൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല, എങ്ങാനൊരു പീസ് കിട്ടി കഴിഞ്ഞാൽ കിട്ടി എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ചന്ദ്രികയുടെ അമ്മ കണ്ടു. ചന്ദ്രികയുടെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. എന്ത്, എൻ്റെ മകളുടെ അടുത്തുനിന്ന് കാമുകനായ അജു വർഗീസിനെ മാറ്റുന്നു? ഈ പുള്ളിക്കാരി വന്നിട്ട് ചന്ദ്രികയ്ക്കും അജു വർഗീസിൻ്റെ ഇടയിലാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുപ്പായത്തിൻ്റെ പുറകെ നിന്ന് ഇങ്ങനെ പിടിച്ച് മര്യാദയ്ക്ക് അവിടെ നിന്നിരുന്ന ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് പുറകിൽ നിന്ന്, സത്യം പറഞ്ഞ ഏത് സീനാ ഓർമ്മ വരണേന്നറിയോ, ഒരു മോഹൻലാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സിനിമയിൽ കഴിക്കുന്നിടത്ത് നിന്ന് എനിപ്പിച്ചു വിടുന്ന ഒരു സീനില്ലേ, എക്സാക്ട്ലി അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങളെ അവിടെ നിന്ന് പിടിച്ച് പുറത്തേക്ക്. ഞങ്ങൾക്ക് കേക്കും വേണ്ട, ഫോട്ടോയും വേണ്ട, ഒരു ഭണ്ഡാരം വേണ്ട. അതായത് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഇപ്പോഴും ഇത്രയും 10-11 വർഷമായി എപ്പോഴും ഞങ്ങൾ ആ ഒരു സീനും ആ പുള്ളിക്കാരിനെയും ഓർക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള ഫുൾ ആൾക്കാരെയും പുള്ളിക്കാരി വെറുപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രികയുടെ അമ്മ ഈ പറയുന്ന അജു വർഗീസിനെ ആയിരുന്നാലും പുള്ളിക്കാരി നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, കാക്കയ്ക്ക് തൻകുഞ്ഞ് എന്നുള്ളത് ശരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ കാക്കകൾക്കും മക്കളുണ്ട്. ഇത് ഒരുമാതിരി എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണോ? നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. ബട്ട് പുള്ളിക്കാരി അവിടെ കാണിച്ചു കൂട്ടുന്ന, ഓക്കെ ആ ഹീറോയിൻ്റെ അടുത്താണെന്നെങ്കിലും നമുക്കറിയാം, നമ്മളുടെ അടുത്തിരുന്ന് വന്ന് വെറുതെ ഇങ്ങനെ കുറ്റം പറയാം അവളെ. പണ്ട് അവളെ കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു. സിനിമയ്ക്ക് കയറിയപ്പോഴേക്കും അവൾ മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത്